ഏടി ഇജിങ്ങനെ മൂലക്കിരുന്ന് നൊലോളിച്ചാൻ എന്റെ ആരെയും ഇവിടെ ചാവാൻ കിടക്കുന്നുണ്ടോ? നിങ്ങക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആരോടേലും ഉള്ള ഈറിന്റെ മേത് തീർക്കണ്ടട്ടമ്മ, ഞാൻ പറഞ്ഞുതരാം. ആടി ഇജ്ജ് ഇങ്ങനെ തന്നെ എന്നോട് പറയണം. അനക്ക് വേണ്ടിയിട്ട് ജീവിക്കണ എന്നോട് ഇങ്ങനെ തന്നെ ഇജ്ജ് പറയണം, ഒച്ചട്ടുങ്ങാണ്ട്. എന്താ അമ്മ, എന്താ നിങ്ങളെ പ്രശ്നം? ഒന്ന് പറഞ്ഞേരി നിങ്ങള്. ആരെ കാര്യ പറയണത്? എന്താണ് നിങ്ങക്ക് പറ. ഞാൻ ആരെ കാര്യ പറയണെന്നോ? നമ്മളെ അയൽവാസിത്തെ അമ്മൂട്ടില്ലേ, ഓളെ കാര്യം തന്നെ പറഞ്ഞത്. ഓളൊക്കെ ആ ഒരുമ്പട്ട സെമീറാന്റെ ഭാഗം നിന്നിട്ട് വർത്താനം പറഞ്ഞത്. ഓള് പറയാണേ, ഇനിയിപ്പൊ എന്തായാലും കല്യാണം ആലോചിച്ചത് സെമീറാനല്ലേ, ഓളാണ്ട് ഓനക്ക് കെട്ടിച്ചു കൊടുത്തൂടേന്ന്. ഞാൻ ഓളോ എനിക്ക് കെട്ടിച്ചു കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ പെരന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം എന്തായാലും ഇപ്പൊ ഓളെ കല്യാണം ഞാൻ നടത്തൂല. ഇനിയിപ്പോ ഓളെ കല്യാണം നടത്തിയാലും ഷാഫിനെ കൊണ്ട് ഓളെ കെട്ടിച്ചൂല. ഓലൊക്കെ അവിടെ പറയട്ടെ, നിങ്ങളെ കാര്യാക്കണ്ട. ഇജിങ്ങനെ മുഖം വേർപ്പിച്ചിങ്ങാണ്ട് ഇരുന്ന് നോലോളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് എന്തേലും തുള്ളി വെള്ളം കുടിച്ചാൻ നോക്ക്. ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഇങ്ങോട്ട് വായ അടുക്കളേക്ക്. ഞാൻ വരാം, നിങ്ങള് ചെല്ലി. എന്നാ വേഗം വായോ. ഹലോ, ആരെ കല്യാണം? ഓല് പെണ്ണ് കാണാനൊക്കെ വന്നിരുന്നു, കണ്ടുപോയി. സെമീറാനെ കാണാൻ വന്നിന് ഞാൻ എന്തിനാ സന്തോഷിക്കണത്? ഓല് സെമീറാനെ കാണാനാ വന്നത്. ഓൽക്ക് സെമീറാനെയാണ് ഇഷ്ടായത്. ഇന്നെ ഓൻക്ക് വേണ്ടാന്ന്, ഓളെ മതീന്ന്. പിന്നെ ഓളെ കല്യാണം നടത്തി കൊടുക്കാതിരിക്കാണല്ലോ ഞങ്ങള്. ഓലൊക്കെ നടത്തും. എന്റെ അമ്മക്ക് തീരെ ഇഷ്ടല്ല ഓളെ കല്യാണം ഒന്നും നടക്കണം. അത് ഷാഫി പെണ്ണിട്ടണത്. ഇക്കതല്ലടി, ഞാനാണെങ്കി മറ്റവനെ തേക്കും ചെയ്ത്. ഇനി എന്താ കാട്ടുക? അറിയില്ല. ഞാൻ ഓനോട് വിളിച്ച് പറയും ചെയ്ത് കല്യാണാണ് അതാണ് ഇതാണ് എന്നൊക്കെ. ഇനി എന്താ ചെയ്യാ? സത്യാണോ ഈ പറയണത്?